ഓക്കെ, അപ്പോൾ ഇത് ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ ഓഫ് വൈഗൻസ് തിയറം. ഡിറ്റർമിൻ ദ റിസൾട്ടൻറ്റ് ഓഫ് ദ സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഇത്രയും സിസ്റ്റം ഓഫ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്താകും? അതായത് ഈ ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന നെറ്റ് ഫോഴ്സിന് ഈക്വലായിട്ട് ഫോഴ്സ് വേണം. അതേപോലെ ടോർക്കും ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ടോർക്ക് തന്നെ ഈ സിസ്റ്റത്തിൽ വേണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു സിംഗിൾ ഫോഴ്സായിട്ട് മാറ്റാം. ഓക്കെ, നെറ്റ് റിസൾട്ടൻ്റ് ഫോഴ്സായിട്ട് മാറ്റാം. ആൻഡ് വിത്ത് ദിസ് ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ആം ലെങ്ത് ഉണ്ടായിരിക്കും. ആം ലെങ്ത് ഇൻറ്റു എഫ് ആർ എന്ന് പറയുന്നത് ഈ ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സുകളും ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും വേണം, ടോർക്കിന് ഈക്വൽ ആയിരിക്കും വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോബ്ലം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇക്വലൻ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നോക്കി, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഫോഴ്സ് ഇതാണ്, സെക്കൻഡ് ഇതാണ്, തേർഡ് ഇതാണ്, ഫോർത്ത് ഇതാണ് വെച്ചു. 10 kN ഡൗൺവേർഡ് ആണ്, അതുകൊണ്ട് ഞാൻ -10 kN എഴുതും, കുഴപ്പമില്ല. അതിനുശേഷം 20 പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പ്ലസ് എഴുതി. വീണ്ടും 20 നെഗറ്റീവ് വരുന്നുണ്ട്, -20. താഴോട്ട് വീണ്ടും 10 വരുന്നു, -10. ഈ 20 ക്യാൻസൽ ആയാൽ -20 kN ഡൗൺവേർഡ്. മൈനസിൻ്റെ അർത്ഥം ഡൗൺവേർഡ്, കാര്യം നമ്മൾ ഇവിടെ ഈ 10 kN ഡൗൺവേർഡ് ആണ് നെഗറ്റീവ് എടുത്തത്. അതിൻ്റെ ഇവിടെ റിസൾട്ടിൻ്റെ -20 വരുന്നാൽ അതിൻ്റെ അർത്ഥം ഫോഴ്സും ഡൗൺവേർഡ് ആണ്. ഇനി അടുത്ത കാൽക്കുലേറ്റിൻ്റെ മൊമെൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്യും. ഞാൻ ഈ പോയിന്റ് O ചൂസ് ചെയ്യണം. വാട്ട് ഇസ് ദ മൊമെൻറ്റ് എബൌട്ട് O? ആദ്യത്തെ 10 kN എടുക്കുകയാണെങ്കിൽ അയാൾ ഇവിടുന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഇൻറ്റു ഡിസ്റ്റൻസ് 0, അതുകൊണ്ട് അത് പോയി കിട്ടും. ഇനി 20 kN നോക്കുമ്പോഴത്തേക്ക് അയാൾ നമ്മുടെ ഓയിൽ നിന്ന് 4 മീറ്റർ ദൂരെയാണ്. അപ്പോൾ 20 × 4 ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ടോർക്ക്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഈ 20 N മുകളിലോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ടോട്ടൽ ലെങ്ത്, ഈ O എന്ന് പറയുന്ന ഒരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിനെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവ് എടുത്തുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എടുക്കുകയാണ്. സോ 20 × 4 വരും. അതേപോലെ അടുത്ത ഫോഴ്സ് നോക്കുകയാണ്. അത് 6 + 4 10 മീറ്റർ ദൂരെയാണ്. അതിൻ്റെ പ്രത്യേകത ഉണ്ടോ? 20 kN തന്നെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം. സോ ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണ്, 20 × 10 എടുക്കുകയാണ്. അതേപോലെ ഇനി 7 അത് നമുക്ക് തിരിച്ച് അതും എന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ട് പോസിറ്റീവ് എടുക്കുക. 10 × 17 വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ -80 + 200 + 170. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 120 വരുന്നുണ്ട്. 120 290 kN മീറ്റർ കിട്ടും. അപ്പോൾ ടോട്ടൽ ടോർക്ക് ഈ സിസ്റ്റത്തിൽ ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് റീഡ്രോ ചെയ്യുകയാണെങ്കിൽ O എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ ഒരു ലെങ്തിന് മാറ്റി എഴുതാം. സോ ടോട്ടൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും? 20 kN ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് നെറ്റ് ഫോഴ്സ് ക്ലോക്ക് വൈസ് എഴുതിക്കോണേ, കാര്യം പോസിറ്റീവ് അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 20 kN ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ എത്ര എക്സ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂട്ടൺ കറസ്പോണ്ടിങ് കിട്ടും. അപ്പോൾ ഫോഴ്സ് ഓക്കെയാണ്, ഡിസ്റ്റൻസ് കൂടെ കറക്റ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ 290 ആണ്. അത് ആര് തരണം? ഈ 20 kN തരണം ഫോർ എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ്. നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ 0 കട്ട് ചെയ്തു 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടും? 14.5 അല്ലേ, 20 കിട്ടും. അപ്പോൾ ഇത്രയും മീറ്റർ ദൂരം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഇക്വലൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇത് വെച്ച് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 20 kN 14.5 മീറ്റർ ദൂരെയായിട്ട് ഡൗൺവേർഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് 2 systems ആർ ഇക്വലൻറ്റ്, വി ക്യാൻ സേ. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് വരും. അപ്പോൾ എക്സാംസിന് വേണമെങ്കിൽ വാലിഡേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ബേസ്ഡ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ചെയ്ത് പഠിക്കുക. PDF